ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് ചർച്ച ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. ഇരു രാജ്യങ്ങളും 2 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ 2027ഓടെ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പ്രൌഢ സദസ്സിനെ സാക്ഷി നിർത്തി 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനം നാളെ ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ ആരംഭിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള മാർഗരേഖയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവാദ വെല്ലുവിളികൾ, ഇടതുപക്ഷ തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ തുടങ്ങി വിപുലമായ സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികളും അവ നേരിടാനുള്ള മാർഗങ്ങളും ചർച്ചയാകും. സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ആഭ്യന്തര സഹമന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. 2027ഓടെ രാജ്യം പയറുവർഗ്ഗ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പയറുവർഗ്ഗ കർഷകർക്കായുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ അമിത്ഷാ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി രാജ്യം നടത്തുന്ന പോരാട്ടത്തിൽ പയറുവർഗ്ഗങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത എല്ലാ കർഷകരിൽ നിന്നും കേന്ദ്ര സർക്കാർ പയറുവർഗ്ഗ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ താങ്ങുവില നിരക്കിൽ വാങ്ങുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. ഇന്ത്യയും നേപ്പാളും തമ്മിൽ 2 സുപ്രധാന കരാറുകൾ ഇന്ന് ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്. കാഠ്മണ്ഡുവിൽ 7ാമത് ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി NB സൌദും അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി സംബന്ധിച്ച ദീർഘകാല കരാറും ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചു. നേപ്പാൾ വൈദ്യുത അതോറിറ്റിയും NTPCയും തമ്മിൽ പുനരുപയോഗ ഊർജ്ജ വികസനത്തിൽ സഹകരണത്തിനുള്ള ധാരണാപത്രവും ഒപ്പുവച്ചിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ 10,000 മെഗാവാട്ട് വൈദ്യുതി നേപ്പാളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കും. ഇതിനുള്ള ഉഭയകക്ഷി ധാരണയും ഇന്ന് ഒപ്പുവച്ചു. നേപ്പാൾ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത മ്യൂണൽ സാറ്റലൈറ്റിനായുള്ള സേവന കരാറിന്റെ ലോഞ്ചും സന്ദർശന വേളയിൽ നടക്കും. ഇന്ത്യയുമായും നേപ്പാളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ക്രോസ് ബോർഡർ ട്രാൻസ്മിഷൻ ലൈനുകളുടെ ഉദ്ഘാടനവും ഇരു നേതാക്കളും ചേർന്ന് നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 802 കോടി രൂപയുടെ 2 സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ട് പ്രതിരോധ മന്ത്രാലയം. ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡുമായി 473 കോടി രൂപയുടെയും ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡുമായി 329 കോടി രൂപയുടെയും കരാറുകളാണ് മന്ത്രാലയം ഒപ്പുവച്ചത്. കരസേനാ വിഭാഗത്തിനായി ആയുധ സമാഹരണത്തിനും നീക്കത്തിനും സഹായിക്കുന്ന ബോഗി ഓപ്പൺ മിലിറ്ററി വാഗണുകൾ ആണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡിൽ നിന്ന് വാങ്ങുക. ഉത്തർപ്രദേശിലെ മിക്ക ജില്ലകളിലും തണുപ്പും മൂടൽമഞ്ഞും സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് ലക്നൌ, കാൺപൂർ, ഝാൻസി, പ്രതാപ്ഗഡ്, ഹാമിർപൂർ തുടങ്ങിയ പല ജില്ലകളിലും കുറഞ്ഞ താപനില 1 മുതൽ 2 ഡിഗ്രി വരെ കുറഞ്ഞു. ലക്നൌ, മാവ് ജില്ലകളിലെ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും മറ്റന്നാൾ വരെ അവധി പ്രഖ്യാപിച്ചു. മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയിൽ സുഗമമായ റെയിൽ യാത്ര ഉറപ്പാക്കാനായി 20,000 ഫോഗ് പാസ് ഉപകരണങ്ങൾ ഒരുക്കി ഇന്ത്യൻ റെയിൽവേ. മൂടൽ മഞ്ഞുള്ള സാഹചര്യത്തിൽ ലോക്കോ പൈലറ്റിന് സഹായകമാകുന്ന GPS അധിഷ്ഠിത നാവിഗേഷൻ ഉപകരണമാണ് ഫോഗ് പാസ്. സിഗ്നൽ ലെവൽ ക്രോസിംഗ്, വേഗത നിയന്ത്രണങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ലോക്കോ പൈലറ്റുമാർക്ക് തത്സമയ വിവരങ്ങൾ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഉത്തരേന്ത്യൻ ശൈത്യകാലത്ത് മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഡൽഹി സർക്കാരിന്റെ മൊഹല്ല ക്ലിനിക്കുകൾ സ്വകാര്യ ലാബുകൾക്ക് നേട്ടമുണ്ടാക്കാൻ പ്രവർത്തിച്ചുവെന്ന ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു.
ഡോക്ടർമാരുടെ അസാന്നിധ്യത്തിൽ വ്യാജ പരിശോധനകളും ചികിത്സയും നിർദ്ദേശിക്കപ്പെടുന്നുവെന്ന ആരോപണത്തിലാണ് അന്വേഷണം. മൊഹല്ല ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് വൻ അഴിമതി നടത്തുന്നതായി ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ആരോപിച്ചു. രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ 2023 പ്രഖ്യാപിച്ചു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലൂടെ സ്പോർട്സിന് പ്രോത്സാഹനം നൽകുന്ന വിഭാഗത്തിൽ ഒഡീഷ മൈനിംഗ് കോർപ്പറേറ്റ് ലിമിറ്റഡിന് അവാർഡ് ലഭിച്ചു. വളർന്നുവരുന്ന യുവ പ്രതിഭകളെ തിരിച്ചറിയുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പുരസ്കാരം ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി ബംഗളൂരുവിനാണ്. ഈ മാസം 9 രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് അവാർഡ് ജേതാക്കൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും. YSR തെലങ്കാന പാർട്ടി അധ്യക്ഷ YS ശർമിള കോൺഗ്രസിൽ ചേർന്നു. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയുടെ മകളാണ്. ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് YSR തെലങ്കാന പാർട്ടി കോൺഗ്രസുമായി ലയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലും കേശവദാസപുരം, പട്ടം എന്നിവിടങ്ങളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊല്ലത്ത് നാളെ പുനലൂർ നഗരസഭയിലാണ് പര്യടനം. ആലപ്പുഴ ജില്ലയിൽ കുമാരപുരം ഗ്രാമപഞ്ചായത്തിലും കോട്ടയത്ത് വെള്ളൂർ, ചെമ്പ് ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ യാത്ര. എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും യാത്ര തുടരുന്നു. കൊല്ലത്ത് നടക്കുന്ന 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ വിവിധ വേദികളിൽ പുരോഗമിക്കുന്നു. ഈ മാസം 8 വരെ നീളുന്ന മേളയിൽ 239 ഇനങ്ങളിലായി 14,000 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ആശ്രാമം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗോത്രകലകളെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രതിരോധത്തിന് ഉതകുന്ന കലാരൂപങ്ങൾ ഒരുക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് KSRTC ആവശ്യത്തിന് ബസ് സർവീസുകൾ ക്രമീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി KSRTC ബസ് തടഞ്ഞിടുന്ന പ്രവണത ഒഴിവാക്കണം. പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മകരവിളക്കിനോടനുബന്ധിച്ച് ഈ മാസം 14, 15, 16 തീയതികളിൽ സുഗമമായ ഗതാഗതം സാധ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളിൽ നേതൃഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള പരീക്ഷണാത്മക പഠന പരിപാടിയായ പ്രേരണയ്ക്ക് തുടക്കമായി. ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ അടിസ്ഥാനശിലയായ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തത്വങ്ങളും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും തത്വചിന്തയും സമന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രേരണയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക ബ്രെയിൽ ദിനം. ബ്രെയിൽ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ന്യൂഡൽഹിയിൽ ചർച്ച, ബ്രെയിൽ വായന, എഴുത്ത്, കമ്പ്യൂട്ടർ സ്കിൽസ് തുടങ്ങിയവയിൽ ദേശീയതല സമ്മാനങ്ങൾ നൽകി. ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനമാണ് ജനുവരി 4. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യമനിലെ ഹൂതികൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യരാഷ്ട്രങ്ങൾ സംയുക്ത മുന്നറിയിപ്പ് നൽകി. US, ഓസ്ട്രേലിയ, ബഹ്റൈൻ, ബെൽജിയം, കാനഡ, ഡെൻമാർക്ക്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യമാണ് പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കേപ്പ് ടൗണിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 2ാം ഇന്നിംഗ്സിൽ 79 റൺസ് പിന്തുടരുന്ന ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 176 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 61 റൺസിന് 6 വിക്കറ്റ് നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് ചർച്ച ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. ഇരു രാജ്യങ്ങളും 2 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ 2027ഓടെ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പ്രൌഢ സദസ്സിനെ സാക്ഷി നിർത്തി 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.